ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ്. പാഴാക്കാനില്ലൊരു ദിനവും. പരീക്ഷയൊക്കെ കഴിച്ചു. ഇനി 2 മാസം അവധിയാണ്. അവധിക്കാലം ഇനി ഒന്ന് റിലാക്സ് ചെയ്യണം, അടിച്ചു പൊളിക്കണം എന്ന് കരുതുന്നവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർ. പക്ഷെ ഓർക്കുക, അവധിക്കാലം നമ്മൾ അർത്ഥശൂന്യമായിട്ട് ചെലവഴിക്കുവാനുള്ള കാലഘട്ടമല്ല. വരാൻ പോകുന്നത് ഒരു പക്ഷേ നമുക്ക് നല്ലൊരു കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് ആയിരിക്കാം 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് കാലഘട്ടമായിട്ട് ഈ അവസരം നമ്മൾ മാറ്റണം. കാരണം നമുക്കറിയാം, നമ്മുടെ ചോയ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കരിയറാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, ഒരു കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, എന്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു കാലഘട്ടമാണിത്. അല്ലെങ്കിൽ പുതിയ സ്കിൽസ് അക്വയർ ചെയ്യാനുള്ള ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ എന്റെ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ ഏത് കോളേജിലാണ്, വിവിധ കോളേജുകളെ കുറിച്ച് അന്വേഷിച്ച്, അല്ലെങ്കിൽ വിവിധ കോഴ്സുകളെ കുറിച്ച് അന്വേഷിച്ച്, വിവിധ കരിയറുകളെ കുറിച്ച് അന്വേഷിച്ച് വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അത് പാഴാക്കുവാനുള്ളതല്ല. നമുക്കറിയാം മുക്കുവന്മാരുടെ കാര്യം. ചാകരക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പറയാറുണ്ട്, അത് വറുതിയുടെ കാലഘട്ടമാണ്, അവർ അലസരായിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ കഥ അതല്ല. ഒരു മുക്കുവനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അടുത്ത ചാകരക്കാലത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. പ്രക്ഷുബ്ധമായിട്ടുള്ള കടലിൽ ഇതിലും വേഗതയിൽ എങ്ങനെ കുതിക്കാവുന്നുള്ള ചിന്തയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. പലപ്പോഴും ഇത്തരം കാലഘട്ടങ്ങളൊക്കെ പുതിയ വലക്കണ്ണികൾ പൊരുത്തു പിടിപ്പിക്കുവാനും, അതുപോലെ തന്നെ അവന്റെ ബോട്ടിന്റെ റിപ്പയറിംഗ് നടത്തുവാനും, അവന്റെ എഞ്ചിന്റെ റിപ്പയറിംഗ് നടത്താനും, ഉപകരണങ്ങളുടെ എല്ലാം റിപ്പയറിംഗ് നടത്തുവാനും, അവയൊക്കെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുവാനുള്ള ഒരു പരിശ്രമ കാലഘട്ടമാണ്. അതുകൊണ്ട് അവധിക്കാലം എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ ചെലവഴിക്കണം. അടുത്ത ഘട്ടത്തിന്റെ നല്ലൊരു തയ്യാറെടുപ്പ് കാലഘട്ടമായിട്ട് നമുക്ക് മാറ്റുവാനായിട്ട് കഴിയണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. കോട്ടയം JCI റോയൽസിന്റെ പ്രതിദിന വീഡിയോ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.